വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമുവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം. ഫിലിസ്ത്യക്കാർ യുദ്ധത്തിനായി തങ്ങളുടെ സൈന്യങ്ങളെ ഒന്നിച്ചുകൂട്ടി. യൂദായിൽപ്പെടുന്ന സൊക്കോയിൽ അവർ ഒന്നിച്ചു കൂട്ടപ്പെട്ടു. സൊക്കോയ്ക്കും അസയ്ക്കായ്ക്കും മധ്യേ ഏഫെസ് ദമേമിൽ അവർ പാളയമടിച്ചു. സാവൂളും ഇസ്രായേൽ പൗരഗണവും ഒന്നിച്ചു ചേർന്നു. ഏലാ താഴ്വരയിൽ അവർ പാളയമടിച്ചു. ഫിലിസ്ത്യക്കാരെ നേരിടുന്നതിന് അവർ പടയൊരുക്കം നടത്തി. അപ്പുറത്തെ മലയുടെ സമീപം ഫിലിസ്ത്യക്കാർ നിന്നിരുന്നു, ഇപ്പുറത്തെ മലയുടെ സമീപം ഇസ്രായേൽക്കാരും നിന്നിരുന്നു. അവർക്കിടയിലായിരുന്നു താഴ്വാരം. അപ്പോൾ ഫിലിസ്ത്യ പാളയത്തിൽ നിന്ന് ഒരു ഉദണ്ഡ മനുഷ്യൻ പുറത്തിറങ്ങി വന്നു. ഗത്തിൽ നിന്നുള്ള അവന്റെ പേര് ഗോലിയാത്ത് എന്നായിരുന്നു. 6 മുഴവും 1 ചാണും ആയിരുന്നു അവന്റെ ഉയരം. അവന്റെ ശിരസിൽ ഒരു പിച്ചള തൊപ്പി. അവൻ അണിഞ്ഞിരുന്നത് ഒരു ചെതുമ്പൽ കവചം. കവചത്തിന്റെ തൂക്കം 5000 പിച്ചള ഷെക്കൽ. അവന്റെ കാലുകളിൽ പിച്ചള ചട്ട. അവന്റെ തോൾ പലകൾക്കിടയിൽ ഒരു പിച്ചള ശൂലം. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരുടെ ഉരുൾ പോലെ. അവന്റെ കുന്തമുന 600 ഇരുമ്പ് ഷെക്കൽ. പരിചവാഹകൻ അവന്റെ മുമ്പേ നടന്നിരുന്നു. അവൻ നിലയുറപ്പിച്ച് ഇസ്രായേലിന്റെ അണികളുടെ നേർക്ക് അട്ടഹസിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിന് പടയൊരുക്കത്തിന് പുറപ്പെട്ടു? ഞാനൊരു ഫിലിസ്ത്യക്കാരനും നിങ്ങൾ സാവൂളിന്റെ സേവകരും അല്ലേ? എന്റെ പക്കലേക്ക് ഇറങ്ങാൻ നിങ്ങൾക്കായി ഒരുത്തനെ തീരുമാനിക്കുവിൻ. എന്നോട് പൊരുതി അവന് എന്നെ കൊല്ലാനാകുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ദാസരായിത്തീരും. മറിച്ച് ഞാൻ അവനെ തോൽപ്പിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് ദാസരായിത്തീരും. നിങ്ങൾ ഞങ്ങൾക്ക് അടിമവേല ചെയ്യണം. ആ ഫിലിസ്ത്യക്കാരൻ തുടർന്ന് പറഞ്ഞു, ഇന്ന് ഞാൻ ഇസ്രായേലിന്റെ അണികളെ വെല്ലുവിളിക്കുന്നു. എനിക്ക് ഒരുത്തനെ തരുവിൻ, ഞങ്ങൾ പരസ്പരം പോരാടട്ടെ. ആ ഫിലിസ്ത്യക്കാരന്റെ ഈ വാക്കുകൾ കേട്ട് സാവൂളും ഇസ്രായേൽക്കാർ മുഴുവനും ഏറെ വിഭ്രാന്തിയും ഭയവും പൂണ്ടു. ദാവീദ് ഒരു എഫ്രാത്തുകാരന്റെ മകനായിരുന്നു. ഇവൻ യൂദായുടെ ബെത്ലഹേമിൽ നിന്നുള്ളവനായിരുന്നു. ജസ്സെ എന്നു പേരുള്ള അവന് 8 പുത്രന്മാരുണ്ടായിരുന്നു. സാവൂളിന്റെ കാലത്ത് വാർദ്ധക്യത്തിലെത്തിയ ആളുകളിൽ പെടുന്നവനായിരുന്നു ആ മനുഷ്യൻ. ജസ്സയുടെ മുതിർന്ന 3 പുത്രന്മാർ സാവൂളിനെ അനുഗമിച്ച് യുദ്ധത്തിന് പോയിട്ടുണ്ടായിരുന്നു. യുദ്ധരംഗത്ത് പോയ 3 പുത്രന്മാരുടെ പേര്: ആദിജാതൻ ഏലിയാബ്, രണ്ടാമൻ അബിനാദാബ്, മൂന്നാമൻ ഷമ്മ. ദാവീദായിരുന്നു ഏറ്റവും ഇളയവൻ. മുതിർന്ന ഈ 3 പേർ സാവൂളിന് പിന്നാലെ പോയിരുന്നു. സാവൂളിന്റെ അടുത്ത് നിന്ന് ദാവീദ് തന്റെ പിതാവിന്റെ അജഗണത്തെ മേയ്ക്കാൻ ബേത്ലഹേമിൽ പോയി തിരിച്ചെത്തുമായിരുന്നു. ആ ഫിലിസ്ത്യക്കാരൻ 40 ദിവസമായി പ്രഭാതത്തിലും പ്രദോഷത്തിലും മുന്നോട്ട് വന്ന് നിലയുറപ്പിച്ചു കൊണ്ടേയിരുന്നു. ജസ്സെ തന്റെ മകൻ ദാവീദിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർക്കായി ഈ 1 ഏഫ മലരും ഈ 10 അപ്പവും എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാർക്ക് വേഗം എത്തിക്കുക. സഹസ്രാധിപനു വേണ്ടി ഈ 10 പാൽക്കട്ടികളും കൊണ്ടുപോകണം. നിന്റെ സഹോദരന്മാരുമായി ക്ഷേമമന്വേഷണം നടത്തണം. അവരുടെ ഉറപ്പടയാളം സ്വീകരിക്കുകയും വേണം. സാവൂളും അവരും ഓരോ ഇസ്രായേൽക്കാരനും ഏലാ താഴ്വരയിൽ ഫിലിസ്ത്യക്കാരോട് യുദ്ധം ചെയ്യുകയായിരുന്നു. ദാവീദ് പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് ആടുകളെ ഒരു കാവൽക്കാരന്റെ പക്കൽ വിട്ടിട്ട് തന്നെ ജസ്സെ അനുശാസിച്ച പ്രകാരം ചുമടെടുത്ത് യാത്രയായി. അവൻ യുദ്ധമറയിലേക്ക് എത്തിയപ്പോൾ സൈന്യം മുന്നണിയിലേക്ക് പുറപ്പെടുകയായിരുന്നു. അവർ യുദ്ധരംഗത്ത് ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു.
ഇസ്രായേൽക്കാരുടെയും ഫിലിസ്ത്യക്കാരുടെയും അണികൾ പരസ്പരം നേരിടുന്നതിന് സജ്ജരായി. തന്റെ മേലുണ്ടായിരുന്ന ചുമട് സാധന സാമഗ്രി സൂക്ഷിപ്പുകാരന്റെ കൈവശം ഏൽപ്പിച്ചിട്ട് ദാവീദ് മുന്നണിയിലേക്ക് ഓടിച്ചെന്ന് തന്റെ സഹോദരന്മാരോട് ക്ഷേമാന്വേഷണം നടത്തി. അവരോട് സംസാരിക്കവേ, ഇതാ ഗത്തിൽ നിന്ന്, ഫിലിസ്ത്യ പടയണികളിൽ നിന്ന് ഗോലിയാത്ത് എന്നു പേരുള്ള ഒരു ഫിലിസ്ത്യക്കാരൻ, ഒരു ഉദണ്ഡ മനുഷ്യൻ കയറി വരുന്നു. മുമ്പത്തേതുപോലെയുള്ള വാക്കുകൾ തന്നെ അവൻ സംസാരിക്കുന്നത് ദാവീദ് കേട്ടു. ആ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ അവന്റെ മുമ്പിൽ നിന്ന് ഇസ്രായേൽക്കാരെല്ലാവരും ഓടി. അവർ ഏറെ ഭയന്നിരുന്നു. അപ്പോൾ ഒരു ഇസ്രായേൽക്കാരൻ പറഞ്ഞു, കയറി വരുന്ന ഈ ആളെ നിങ്ങൾ കാണുന്നില്ലേ? ഇവൻ ഇസ്രായേലിനെ നിന്ദിക്കാൻ തന്നെയാണ് കയറി വന്നിരിക്കുന്നത്. അവനെ പ്രഹരിക്കുന്നവനെ രാജാവ് മഹാസമ്പത്തിന് ഉടമയാക്കും. തന്റെ മകളെ അവന് കൊടുക്കും. അവന്റെ പിതൃഭവനത്തെ ഇസ്രായേലിൽ നികുതി മുക്തമാക്കുകയും ചെയ്യും. ദാവീദ് തന്റെ കൂടെ നിന്നവരോട് ഇപ്രകാരം ചോദിച്ചു, ഈ ഫിലിസ്ത്യക്കാരനെ പ്രഹരിച്ച് ഇസ്രായേലിന്റെ മേൽ നിന്ന് അപമാനം നീക്കിക്കളയുന്നയാൾ എങ്ങനെയാണ് പരിഗണിക്കപ്പെടുക? എന്തെന്നാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പടയണികളെ അപമാനിക്കാൻ മാത്രം അപരിച്ഛേദിതനായ ഈ ഫിലിസ്ത്യക്കാരൻ ആരാണ്? അവനെ പ്രഹരിക്കുന്നയാൾ മേൽ പറഞ്ഞതുപോലെ തന്നെ പരിഗണിക്കപ്പെടും എന്ന് ജനം അവനോട് പറഞ്ഞു. അവൻ ആളുകളോട് സംസാരിച്ചപ്പോൾ അവന്റെ മൂത്ത സഹോദരനായ ഏലിയാബ് അത് കേട്ടു. ദാവീദിന് നേരെ കുപിതനായി ഏലിയാബ് ഇപ്രകാരം ചോദിച്ചു, നീ എന്തിന് ഇങ്ങോട്ടിറങ്ങി? ആ ഏതാനും ആടുകളെ മരുഭൂമിയിൽ ആരുടെ പക്കലാണ് നീ വിട്ടിരിക്കുന്നത്? നിന്റെ അഹന്തയും ഉള്ളിലെ ദുരുദ്ദേശവും എനിക്കറിയാം. തീർച്ചയായും നീ ഇറങ്ങിയിരിക്കുന്നത് യുദ്ധം കാണുന്നതിന് വേണ്ടിയാണ്. ദാവീദ് ചോദിച്ചു, ഞാനിപ്പോൾ എന്തു ചെയ്തു? ഇത് ഒരു പ്രധാന കാര്യമല്ലേ? അവൻ അയാളുടെ വശത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞ് മേൽ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. ജനം അവനോട് ആദ്യം പറഞ്ഞതിന് സമമായത് തന്നെ പ്രതികരിച്ചു. ദാവീദ് പറഞ്ഞ വാക്കുകൾ കേൾക്കാനിടയായവർ സാവൂളിന്റെ സന്നിധിയിൽ അത് വിവരിച്ചു. അയാൾ അവനെ സ്വീകരിച്ചു. ദാവീദ് സാവൂളിനോട് പറഞ്ഞു, അവനെ പ്രതി ഒരു മനുഷ്യന്റെയും ഹൃദയം തളരേണ്ടതില്ല. നിന്റെ ദാസൻ പോയി ആ ഫിലിസ്ത്യക്കാരനുമായി പൊരുതും. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, ആ ഫിലിസ്ത്യക്കാരനുമായി പൊരുതാൻ അവന്റെ അടുത്തേക്ക് പോകാൻ നിനക്കാവില്ല. നീ ചെറുപ്പമാണ്. അവനാകട്ടെ തന്റെ ചെറുപ്പം മുതൽ പോരാളിയാണ്. ദാവീദ് സാവൂളിനോട് പറഞ്ഞു, നിന്റെ ദാസൻ തന്റെ പിതാവിന്റെ ആടുകൾക്ക് ഇടയനാണ്. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ അനുധാവനം ചെയ്ത് പ്രഹരിക്കുകയും അതിന്റെ വായിൽ നിന്ന് അതിനെ വിടുവിക്കുകയും ചെയ്യും. അത് എന്റെ നേർക്ക് ചാടിയാൽ ഞാൻ അതിന്റെ ജടയ്ക്ക് കയറിപ്പിടിച്ച് അതിനെ അടിച്ചുകൊല്ലും. നിന്റെ ദാസൻ സിംഹത്തെയും കരടിയെയും പ്രഹരിച്ചിട്ടുണ്ട്. അപരിചിതനായ ഈ ഫിലിസ്ത്യക്കാരൻ അവയിൽ ഒന്നിനെ പോലെയാകും. ജീവിക്കുന്ന ദൈവത്തിന്റെ പടയണികളെയാണല്ലോ അവൻ അപമാനിക്കുന്നത്. ദാവീദ് തുടർന്ന് പറഞ്ഞു, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ മോചിപ്പിച്ച കർത്താവ് തന്നെ ഈ ഫിലിസ്ത്യക്കാരന്റെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കും. അപ്പോൾ സാവൂൾ ദാവീദിനോട് പറഞ്ഞു, പോവുക, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അനന്തരം സാവൂൾ തന്റെ പോർച്ചട്ട ദാവീദിനെ അണിയിച്ചു. ഒരു പിച്ചള തൊപ്പി അവന്റെ തലയിൽ വച്ചു. തന്റെ കവചവും അവനെ ധരിപ്പിച്ചു. പോർച്ചട്ടയ്ക്ക് മുകളിൽ തന്റെ വാൾ ബന്ധിച്ച് ദാവീദ് നടക്കാൻ ഉദ്യമിച്ചു. പക്ഷേ അവൻ അത് പരിചയിച്ചിട്ടില്ലായിരുന്നു. ദാവീദ് സാവൂളിനോട് പറഞ്ഞു, ഞാൻ ഇവ പരിചയിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് ഇവയിൽ നടക്കാനാകുന്നില്ല. എന്നിട്ട് ദാവീദ് തന്റെ മേൽ നിന്ന് അവ ഊരിമാറ്റി. പിന്നെ അവൻ തന്റെ വടി കയ്യിലെടുത്തു. അടിവാരത്തിൽ നിന്ന് തനിക്കായി മിനുസമുള്ള 5 കല്ലുകൾ തിരഞ്ഞെടുത്ത് അവ തന്റെ ഇടയ ഭാണ്ഡത്തിലെ ചെറുസഞ്ചിയിലേക്കിട്ടു. കവിണ അവന്റെ കയ്യിലുണ്ടായിരുന്നു. തുടർന്ന് അവൻ ഫിലിസ്ത്യക്കാരനെ സമീപിച്ചു. ഫിലിസ്ത്യക്കാരൻ സാവകാശം നടന്ന് ദാവീദിനോടടുത്തു. പരിച വഹിക്കുന്നയാൾ അവന് മുമ്പേ ഉണ്ടായിരുന്നു.
ഫിലിസ്ത്യക്കാരൻ നോക്കിയപ്പോൾ ദാവീദിനെ കണ്ടു. അയാൾ അവനെ പുച്ഛിച്ചു. കാരണം അവൻ സുന്ദരനാണെന്നതിന് പുറമെ തുടുത്ത് ചെമന്നവനും കുമാരനുമായിരുന്നു. ഫിലിസ്ത്യക്കാരൻ ദാവീദിനോട് ചോദിച്ചു, എന്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ? അവൻ തന്റെ ദേവന്മാരെ കൊണ്ട് ദാവീദിനെ ശപിച്ചു. ഫിലിസ്ത്യക്കാരൻ ദാവീദിനോട് തുടർന്ന് പറഞ്ഞു, നീ എന്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്റെ മാംസം ആകാശപ്പറവയ്ക്കും കാട്ടുമൃഗത്തിനും കൊടുക്കും. ദാവീദ് ഫിലിസ്ത്യക്കാരനോട് പറഞ്ഞു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്റെ അടുത്തേക്ക് വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ പടയണികളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് നിന്റെ അടുത്തേക്ക് വരുന്നത്. ഇന്ന് കർത്താവ് നിന്നെ എന്റെ കയ്യിൽ വിട്ടുതരും. ഞാൻ നിന്നെ വീഴ്ത്തും. നിന്റെ മേൽ നിന്ന് നിന്റെ തല ഞാൻ വെട്ടിയെടുക്കും. ഫിലിസ്ത്യ സേനയുടെ ജഡം ഇന്ന് ഞാൻ ആകാശപ്പറവയ്ക്കും നാട്ടുജന്തുവിനും കൊടുക്കും. അങ്ങനെ ഇസ്രായേലിന് ഒരു ദൈവമുണ്ടെന്ന് നാട് മുഴുവൻ അറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ കൂട്ടം മുഴുവനും മനസ്സിലാക്കും. എന്തെന്നാൽ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഫിലിസ്ത്യക്കാരൻ എഴുന്നേറ്റ് നടന്ന് ദാവീദിനെ നേരിടാൻ സമീപിച്ചപ്പോൾ ദാവീദ് ധൃതിപ്പെട്ട് ഫിലിസ്ത്യക്കാരനെ നേരിടാനായി മുന്നണിയിലേക്ക് ഓടി. ദാവീദ് ഭാണ്ഡത്തിലേക്ക് തന്റെ കൈ ഇട്ട് അതിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവിണ തൊടുത്ത് ഫിലിസ്ത്യക്കാരനെ അവന്റെ നെറ്റിക്ക് പ്രഹരിച്ചു. കല്ല് അവന്റെ നെറ്റിയിൽ തറച്ചു കയറി. അവൻ മുഖം കുത്തി നിലം പതിച്ചു. അങ്ങനെ ദാവീദ് കവിണ കൊണ്ടും കല്ലുകൊണ്ടും ഫിലിസ്ത്യക്കാരനേക്കാൾ ശക്തനായി. അവൻ ഫിലിസ്ത്യക്കാരനെ ആക്രമിച്ചു കൊന്നു. ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ദാവീദ് ഓടിച്ചെന്ന് ഫിലിസ്ത്യക്കാരന്റെ അടുത്ത് നിന്നു. പിന്നെ അവൻ അയാളുടെ വാൾ അതിന്റെ ഉറയിൽ നിന്ന് വലിച്ചൂരിയെടുത്ത് അവനെ വധിക്കുകയും അതുകൊണ്ട് തന്നെ അവന്റെ ശിരസ് ഛേദിക്കുകയും ചെയ്തു. തങ്ങളുടെ മല്ലൻ കൊല്ലപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഫിലിസ്ത്യക്കാർ പലായനം ചെയ്തു. ഇസ്രായേലിന്റെയും യൂദായുടെയും പൗരന്മാർ എഴുന്നേറ്റ് ആപ്പ് വിളിച്ചു. അവൻ ഗത്ത് വീതി വരെയും എക്രോൻ കവാടം വരെയും ഫിലിസ്ത്യക്കാരെ പിന്തുടർന്നു. ഷാറായിം പാതയിലും ഗത്ത് വരെയും എക്രോൺ വരെയും ഫിലിസ്ത്യക്കാരായ നിഹിതർ വീണുകിടന്നിരുന്നു. ഫിലിസ്ത്യക്കാരെ ശോഭത്തോടെ പിന്തുടരുന്നത് മതിയാക്കി ഇസ്രായേലിയർ തിരിച്ചെത്തി അവരുടെ പാളയങ്ങൾ കൊള്ളയടിച്ചു. ദാവീദ് ഫിലിസ്ത്യക്കാരന്റെ തലയെടുത്ത് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവന്റെ ആയുധങ്ങൾ അവൻ തന്റെ കൂടാരത്തിൽ സൂക്ഷിച്ചു. ഫിലിസ്ത്യക്കാരനെ നേരിടാൻ പുറപ്പെട്ട ദാവീദിനെ കണ്ടപ്പോൾ സാവുൾ സൈനാധിപനായ അബ്നേറിനോട് ചോദിച്ചു, അബ്നേർ, ആരുടെ മകനാണ് ഈ യുവാവ്? രാജാവേ, അങ്ങയുടെ ജീവനാണ് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അബ്നേർ പറഞ്ഞു. രാജാവ് പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ ആരുടെ മകനാണെന്ന് നീ തന്നെ ആരായുക. ഫിലിസ്ത്യക്കാരനെ പരാജയപ്പെടുത്തിയിട്ട് ദാവീദ് മടങ്ങുമ്പോൾ അബ്നേർ അവനെ സ്വീകരിച്ചു. എന്നിട്ട് അയാൾ അവനെ സാവുളിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഫിലിസ്ത്യക്കാരന്റെ ശിരസ് അവന്റെ കയ്യിലുണ്ടായിരുന്നു. സാവുൾ അവനോട് ചോദിച്ചു, യുവാവേ, നീ ആരുടെ മകനാണ്? ബെത്ലഹേംകാരൻ ജസ്സെ എന്ന അങ്ങയുടെ ദാസന്റെ മകനാണ് ഞാൻ എന്ന് ദാവീദ് പറഞ്ഞു. സുഭാഷിതങ്ങൾ 31-ാം അധ്യായം. മാസായുടെ രാജാവായ ലെമുവേലിനെ അദ്ദേഹത്തിന്റെ അമ്മ പഠിപ്പിച്ച വചനങ്ങൾ. എന്താണ് എൻ്റെ മകനെ? എന്താണ് എൻ്റെ ഗർഭസൂനുവേ? എന്താണ് എൻ്റെ നേർച്ചകളുടെ പുത്ര? നിന്റെ പൗരുഷം സ്ത്രീകൾക്ക് അധീനപ്പെടുത്തരുത്. രാജാക്കന്മാരെ ഇല്ലായ്മ ചെയ്യുന്നവർക്ക് നിന്റെ വഴികളും. ലെമുവേൽ രാജാക്കന്മാർക്ക് പാടില്ലാത്തതാണ്. രാജാക്കന്മാർക്ക് പാടില്ലാത്തതാണ് വീഞ്ഞുസേവ. ഭരണാധിപന്മാർക്ക് മദ്യാസക്തിയും. വിളംബരം ചെയ്യപ്പെട്ടത് അവൻ മദ്യപിച്ച് മറക്കാതിരിക്കാനും കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും അവകാശം അവഗണിക്കാതിരിക്കാനുമാണിത്. നശിക്കാനുള്ളവന് മദ്യം നൽകുക, ആത്മതിക്തതയുള്ളവർക്ക് വീഞ്ഞും. അവൻ കുടിച്ച് തന്റെ ദാരിദ്ര്യം വിസ്മരിക്കട്ടെ, തന്റെ ദുരിതം അവൻ ഇനി ഓർക്കാതിരിക്കട്ടെ. മൂകന് വേണ്ടി നീ നിന്റെ വായ് തുറക്കുക. നിരാലംബരായ തനയരുടെയെല്ലാം നീതി നിർവഹണത്തിനു വേണ്ടിയും
നീതിപൂർവകമായ ന്യായവിധിക്കായി അഗതിയുടെയും ദരിദ്രന്റെയും നീതി നിർവഹണത്തിനായി നീ നിന്റെ വായ് തുറക്കുക. സുഹൃദിനിയായ ഭാര്യയെ കണ്ടെത്തുന്നത് ആര്? അവളുടെ മൂല്യം രത്നങ്ങളെക്കാൾ അനർഘമാണ്. സ്വഭർത്താവിന്റെ ഹൃദയം അവളിൽ വിശ്വാസമർപ്പിക്കുന്നു. അവന് നേട്ടത്തിന് ഒരു കുറവുമില്ല. തന്റെ ജീവിതകാലം മുഴുവൻ അവൾ അവന് തിന്മയല്ല, നന്മ ചെയ്യുന്നു. അവൾ കമ്പിളിയും ചണങ്ങളും അന്വേഷിക്കുകയും താല്പര്യത്തോടെ തന്റെ കരതലങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അവൾ വ്യാപാരിയുടെ കപ്പലുകൾ പോലെയാണ്. അകലെ നിന്ന് തന്റെ ആഹാര സാധനങ്ങൾ അവൾ കൊണ്ടുവരുന്നു. രാവ് മായും മുമ്പേ അവൾ ഉണരുന്നു. തന്റെ കുടുംബത്തിന് അവൾ ഭോജ്യം നൽകുന്നു. പരിചാരകന്മാർക്ക് നിർദ്ദേശവും. അവൾ ഒരു വയലിനെ കുറിച്ച് ആലോചിക്കുകയും അത് സ്വന്തമാക്കുകയും ചെയ്യുന്നു. സ്വന്തം കരശേഷി കൊണ്ട് അവൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു. അവൾ കഴിവുകൊണ്ട് തൻ്റെ അരമുറുക്കി തൻ്റെ കരങ്ങൾ ശക്തിപ്പെടുത്തുന്നു. തൻ്റെ വ്യാപാരം നന്നായിരിക്കുന്നോ എന്ന് അവൾ പരിശോധിച്ചറിയുന്നു. രാത്രിയിൽ അവളുടെ ദീപനാളം അണയുന്നില്ല. നെയ്ത്തുദണ്ടിൽ അവൾ തൻ്റെ കൈകൾ പ്രയോഗിക്കും. അവളുടെ കരതലങ്ങൾ തക്ലി പിടിക്കും. അവൾ പീഡിതനു വേണ്ടി തൻ്റെ കരതലം തുറക്കും. ദരിദ്രന്റെ നേർക്ക് അവൾ തൻ്റെ കൈകൾ നീട്ടും. തൻ്റെ കുടുംബത്തിന് മഞ്ഞേൽക്കുമെന്ന് അവൾ ഭയപ്പെടുന്നില്ല. എന്തെന്നാൽ അവളുടെ കുടുംബം മുഴുവൻ ചുമപ്പു കമ്പിളി അണിഞ്ഞിട്ടുണ്ട്. അവൾ തനിക്ക് വേണ്ടി തന്നെ വിരിപ്പുകൾ നിർമ്മിക്കുന്നു. ശ്വേതചണവും നീലലോഹിത വസ്ത്രങ്ങളുമാണ് അവൾ ധരിക്കുന്നത്. നാട്ടുപ്രമാണിമാരോടൊപ്പം കവാടങ്ങളിലിരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പ്രസിദ്ധനായിരിക്കും. അവൾ ചണയുടുപ്പുണ്ടാക്കി വിൽക്കുകയും കച്ചവടക്കാരന് അരപ്പട്ട കൈമാറുകയും ചെയ്യുന്നു. ശക്തിയും അന്തസ്സുമാണ് അവളുടെ മേലങ്കി. വരും ദിനത്തെക്കുറിച്ച് അവൾ പുഞ്ചിരി തൂകുന്നു. ജ്ഞാനത്തിൽ അവൾ തൻ്റെ വായ് തുറക്കുന്നു. കൃപയുടെ അധ്യാപനം അവളുടെ നാവിലുണ്ട്. അവൾ തൻ്റെ കുടുംബ നടപടികളുടെ കാവൽക്കാരിയാണ്. അലസതയുടെ അപ്പം അവൾ ഭക്ഷിക്കുന്നില്ല. അവളുടെ സന്താനങ്ങൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതിയായി പ്രകീർത്തിക്കുന്നു. അവളുടെ ഭർത്താവാകട്ടെ അവളെ സ്തുതിക്കുന്നു. അനേകം പുത്രിമാർ പ്രാപ്തി തെളിയിച്ചിട്ടുണ്ട്, എന്നാൽ നീ അവരെയെല്ലാം അതിശയിക്കുന്നു. സൗകുമാര്യം കപടമാണ്, സൗന്ദര്യം മിഥ്യയും. എന്നാൽ കർത്തൃഭക്തിയുള്ള സ്ത്രീ സ്തുതി അർഹിക്കുന്നു. അവളുടെ കരഫലത്തിൽ നിന്ന് അവൾക്ക് കൊടുക്കുവിൻ. അവളുടെ പ്രവൃത്തികൾ കവാടങ്ങളിൽ അവളെ സ്തുതിക്കട്ടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 13 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരെയും ഭരണാധിപന്മാരെയും ജനക്കൂട്ടത്തെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ജനത്തെ വഴി പിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ മനുഷ്യനെ എൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നു. ഇതാ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇവനെ വിസ്തരിച്ചിട്ട് ഈ മനുഷ്യനെതിരെ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റമൊന്നും കണ്ടില്ല, ഹേരോദോസും കണ്ടില്ല. അതിനാൽ അവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. മരണാർഹമായ കുറ്റമൊന്നും ഇവൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവനെ ചമ്മട്ടിക്കൊണ്ട് അടിപ്പിച്ച് ഞാൻ വിട്ടയക്കും. അപ്പോൾ അവൻ ഏകസ്വരത്തിൽ ആക്രോശിച്ചു, ഇവനെ കൊണ്ടുപോകുക, ബറാബാസിനെ ഞങ്ങൾക്ക് വേണ്ടി വിട്ടയക്കുക. പട്ടണത്തിൽ നടന്ന കലാപവും കൊലപാതകവും കാരണം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനായിരുന്നു ബറാബാസ്. യേശുവിനെ വിട്ടയക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും പീലാത്തോസ് അവരോട് സംസാരിച്ചു. അവരാകട്ടെ, ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ 3-ാം പ്രാവശ്യവും അവരോട് ചോദിച്ചു, എന്ത് തിന്മയാണ് ഇവൻ ചെയ്തത്? മരണാർഹമായ ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. അതിനാൽ ഇവനെ ചമ്മട്ടിക്കൊണ്ട് അടിപ്പിച്ച് ഞാൻ വിട്ടയക്കും. അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവം വലിയ ശബ്ദത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അവരുടെ മുറവിളി കൂടുതൽ ശക്തമായി. അവരുടെ ആവശ്യം നടക്കട്ടെ എന്ന് പീലാത്തോസ് വിധിച്ചു. അവർ ആവശ്യപ്പെട്ടവനെ, കലാപവും കൊലപാതകവും കാരണം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനെ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ
വയലിൽ നിന്ന് വന്ന സൈറീൻകാരൻ ശിമയോനെ പിടിച്ച് യേശുവിന്റെ പിന്നാലെ കുരിശു ചുമക്കാൻ അത് അവന്റെ മേൽ വെച്ചു. ജനത്തിന്റെയും മാറത്തടിക്കുകയും വിലപിക്കുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെയും ഒരു വലിയ സംഘം അവനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. സ്ത്രീകളുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. എന്നാൽ വന്ധ്യകളും പ്രസവിക്കാത്ത ഉദരങ്ങളും പാലുട്ടാത്ത മുലകളും അനുഗ്രഹീതം എന്ന് അവർ പറയുന്ന ദിവസങ്ങൾ വരുന്നു. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. പച്ചമരത്തോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് തന്നെ സംഭവിക്കുകയില്ല. അവനോടൊപ്പം വധിക്കപ്പെടേണ്ടതിന് മറ്റു 2 കുറ്റവാളികളെയും അവർ കൂട്ടിക്കൊണ്ടുപോയി. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ ക്രൂശിച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ വലതുവശത്തും ഇതരനെ ഇടത്തുവശത്തും. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. ജനം നോക്കിക്കൊണ്ട് നിന്നു. ഭരണാധിപന്മാരാകട്ടെ അവനെ പരിഹസിച്ച് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തുവാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്തു വന്ന് ചവർപ്പുള്ള വീഞ്ഞു കൊടുത്ത് അവനെ പരിഹസിച്ച് പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം അവന് മീതെ ഉണ്ടായിരുന്നു. തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ? നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? കാരണം നീയും അതേ ശിക്ഷാവിധിയിലാണല്ലോ. എന്നാൽ നാം തീർച്ചയായും പ്രവർത്തിച്ചതിന് അർഹമായത് ന്യായമായി സ്വീകരിച്ചിരിക്കുന്നു. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അവൻ പറഞ്ഞു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ആയിരിക്കും. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ.